നോക്കുവിന് രണ്ട് മിഷണറിമാര്, സുവിശേഷകന്മാര് നമ്മുടെ ഉത്തർപ്രദേശിലെ അവിടെ നമ്മൾ കുംഭമേള നടക്കുകയാണ്. ഇത്തവണത്തെ അല്ല, 40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുംഭമേളയില് ഈ മിഷണറിമാര് അവരുടെ ആ തിരക്കിനിടയിൽ കൂടി ഇങ്ങനെ നടന്ന് യേശുക്രിസ്തുവിനുള്ള പാപമോചനം മനസ്സുള്ളവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. അവരങ്ങനെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി ഒരു മരത്തണിലിരുന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ്. അവിടെ കണ്ണുകളൊക്കെ എന്താണ് കരഞ്ഞ് കലങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവർ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവള് അല്ല, അതിനു മുമ്പ് ഇവർ യേശുക്രിസ്തുവിനെ പറ്റി ഇവരോട് പറഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. പ്രവൃത്തിയാലല്ല, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെന്നും യേശുക്രിസ്തു എന്റെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം ഏറ്റത് വഴി അവരിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം സൗജന്യമാണെന്നുള്ള സുവിശേഷം ഈ മരത്തണിൽ ഇരുന്ന് കരയുന്ന പെൺകുട്ടിയോട് സംസാരിച്ചു. ഉടനടി പെൺകുട്ടിയുടെ മുഖഭാവം മാറി. അവൾ ക്രോധം കൊണ്ട് നിറഞ്ഞു. അവളെന്താണ് ഭയങ്കരമായിട്ട് കോപിച്ചിട്ട് ഈ ഉപദേശിമാരോട് പറയുകയാണ്, 1 മണിക്കൂറിന് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല? 1 മണിക്കൂറിന് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനുള്ള പാപമോചനം എന്നോട് പറഞ്ഞില്ല? അപ്പോൾ ഈ സുവിശേഷകന്മാർ ചോദിച്ചു, എന്തു പറ്റി, എന്താണ് കാര്യം? അവൾ പറഞ്ഞു, ഞങ്ങളുടെ പുരോഹിതന്മാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം നിന്റെ പാപമാണ്. നിന്റെ പാപത്തിന് പരിഹാരമായിട്ട് നിന്റെ കൈക്കുഞ്ഞ് മുല കുടിക്കുന്ന നിന്റെ കൈക്കുഞ്ഞിനെ ഗംഗയാറ്റിൽ നീ ജീവനോടെ എറിഞ്ഞു കളയണമെന്ന് പറഞ്ഞു. 1 മണിക്കൂറിന് മുമ്പ് എന്റെ പാപമോചനത്തിന് വേണ്ടി ഞാൻ നൊന്ത് പ്രസവിച്ച, എന്റെ മാറിൽ നിന്ന് പാല് കുടിച്ച എന്റെ കൈക്കുഞ്ഞിനെ ഈ ഗംഗാ നദിയുടെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞ നിർഭാഗ്യവതിയും പാപിയുമായിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നോക്ക് പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന് വേണ്ടി എന്തൊക്കെ പ്രവൃത്തികളാണ് സകല ജാതി മതസ്ഥരും മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ പാപമോചനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ മനസാക്ഷിക്ക് കൂടുതൽ കുറ്റബോധം ഉണ്ടാക്കുവാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ.